ഹലോ ഫ്രണ്ട്സ്, 2024 തുടങ്ങി ജനുവരി മാസം പിന്നിടുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുകൊണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ഏകദേശം 25ഓളം ചിത്രങ്ങളാണ്. ഇതിൽ അന്യഭാഷാ ചിത്രങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഈ ചിത്രങ്ങളിൽ എത്ര ലാഭം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാള സിനിമാ പ്രേക്ഷകർ 2024 വളരെ മികച്ച പ്രതീക്ഷയോടെയായിരുന്നു കാത്തിരുന്നത്. കാരണം ഒട്ടനവധി മികച്ച സിനിമകളാണ് 2024 ഒരുങ്ങാനിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പോട് കൂടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി ഒന്നിച്ച മലൈക്കോട്ട വാലിബൻ. ഈ ജനുവരിയിൽ ചിത്രം തിയേറ്ററുകൾ റിലീസ് ചെയ്തു. കൂടാതെ മലൈക്കോട്ട വാലിബനോടൊപ്പം ഒട്ടനവധി മറ്റു ചിത്രങ്ങളും റിലീസായിട്ടുണ്ട്. ജനുവരിയിൽ റിലീസായ മറ്റൊരു ചിത്രമായിരുന്നു ജയറാം മമ്മൂട്ടി ഒന്നിച്ച എബ്രഹാം ഓസ്ലർ. ഒരു കാലത്ത് ജയറാം മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട കുടുംബ നായകനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് മികച്ച ചിത്രങ്ങൾ ലഭിക്കാതായതോടെ ഇപ്പോൾ കുറച്ചു കാലമായി അദ്ദേഹം വിട്ടു നിൽക്കുകയായിരുന്നു. 2024 അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് കൂടിയാണ് എബ്രഹാം ഓസ്ലറിലൂടെ നടന്നത്. 2024 ആദ്യ സൂപ്പർ ഹിറ്റായതും എബ്രഹാം ഓസ്ലർ തന്നെയാണ്. ജയറാമും മിഥുൻ മാനുവൽ തോമസും ഒന്നിക്കുന്ന ആദ്യ ചിത്രം. മമ്മൂട്ടി ജയറാം വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി എബ്രഹാം ഓസ്ലർ ഉണ്ടായിരുന്നു. സമ്മിശ്ര പ്രതികരണമാണ് ആദ്യം ലഭിച്ചിരുന്നെങ്കിൽ കൂടി പിന്നീട് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായത്തോടു കൂടി ചിത്രം മുന്നേറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല അഭിപ്രായത്തോടു കൂടി മുന്നേറുകയാണ് എബ്രഹാം ഓസ്ലർ. അതോടൊപ്പം വൻ പ്രതീക്ഷയോടെ എത്തിയ മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ട വാലിബൻ തിയേറ്ററുകളിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യ ഷോ കഴിഞ്ഞ മുതൽ ചിത്രത്തിന് വൻ രീതിയിലുള്ള നെഗറ്റീവ് അഭിപ്രായമാണ് ലഭിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ചില പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നെങ്കിലും അത് തിയേറ്ററിൽ നേട്ടം കൊയ്യാൻ കഴിഞ്ഞില്ല. ചിത്രം വൻ ദുരന്തമായി മാറുകയുമായിരുന്നു. മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി ഒന്നിക്കുമ്പോൾ ഒരു വൻ മാസ് സിനിമയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത്. അത് തന്നെയാണ് ചിത്രത്തിന് വിനയായതും. വാലിബന് പുറമെ നല്ല അഭിപ്രായം നേടിയ ചിത്രങ്ങളിൽ ഒന്നാമതാണ് ആട്ടം. തിയേറ്ററുകളിൽ വിജയമായില്ലെങ്കിൽ കൂടി OTTയിൽ വരുമ്പോൾ മികച്ച പ്രേക്ഷക പിന്തുണ ആട്ടത്തിന് ലഭിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മികച്ച നിരൂപക പ്രശംസയാണ് ആട്ടത്തിന് ലഭിച്ചതും. 2024 തുടക്കത്തിൽ കേരള ബോക്സ് ഓഫീസിൽ വിജയിച്ച 2 ചിത്രങ്ങൾ എബ്രഹാം ഓസ്ലറും തമിഴ് സിനിമ ക്യാപ്റ്റൻ മില്ലറുമാണ്. ഈ കാലയളവിൽ ഒരുപാട് തമിഴ് ഹിന്ദി ചിത്രങ്ങളും തിയേറ്ററുകളിൽ വന്നുപോയെങ്കിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹിന്ദി മൂവി ഫൈറ്റർ മികച്ച അഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസ് ചലനം സൃഷ്ടിക്കാൻ കഴിയാതെ പോയി. ഏറ്റവും വലിയ വിജയം ഓസ്ലർ തന്നെയാണ്. 10 കോടിക്ക് താഴെ നിർമ്മിച്ച ചിത്രം 40 കോടിയും കടന്ന് 4ാം വീക്കിലും മികച്ച അഭിപ്രായം തന്നെയാണ് നേടുന്നത്. ജയറാമിൻ്റെ മികച്ച തിരിച്ചുവരവ് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ കണ്ടതും. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടി ചിത്രം മുന്നേറുക തന്നെയാണ്. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് മികച്ച സിനിമകൾ സമ്മാനിക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ വന്നുപോയി കൊണ്ടിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ഇനിയുള്ള മാസങ്ങളിൽ ഒരുപാട് മികച്ച സിനിമകളാണ് റിലീസിന് ഒരുങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം തന്നെയാണ്. ഫെബ്രുവരി 15 ചിത്രം റിലീസിനെത്തുന്നത്. ഇതുകൂടാതെ ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തിൻ, മഞ്ഞുമ്മൽ ബോയ്സ്, തങ്കമണി, തുണ്ട് അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ ഫെബ്രുവരിയിൽ റിലീസിന് തയ്യാറായിരിക്കുകയാണ്. എല്ലാ ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ കഴിയട്ടെ.